உலகமோ உன்னை உன்னை தேடித்தானே இந்த ஏக்கம் இந்த பாதை இந்த பயணம் இந்த வாழ்க்கை ஆனதோ. അല്ലടാ, എന്താ നിന്റെ ആ സോൾമേറ്റിന്റെ അവസ്ഥ? നിങ്ങള് ഒരു ഹോസ്റ്റലാന്നല്ലേ പറഞ്ഞേ, അല്ലാണ്ട് ഒരു റൂമിലൊന്നും അല്ലല്ലോ അല്ലേ? ആ, ഒരു റൂമിലും കൂടെ ആണെങ്കിൽ പൂർത്തിയായി. പിന്നെ ഒന്നും പറയണ്ട. എന്തൊരു ശല്യമാവൻ. എനിക്കിപ്പോ അവനെ കാണുന്നേ പേടിയാ. എടാ, നീ ഇങ്ങനെ അവനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിന്നെ ഒന്നും ചെയ്യത്തില്ല. അവനൊരു പാവമാണ്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേടാ. നീ എന്താ ആരും അത് മനസ്സിലാക്കാത്തെ? പിന്നെ ഇഷ്ടം പോലും. നീ കാരണ ഇപ്പൊ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായത്. ഞാനൊന്നും പറയുന്നില്ല. ഇത് ഇത്രയും വലിയൊരു പ്രശ്നമാവുന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോടാ. അതാണ്. ആ, ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് എന്തിനാ? നീ അത് വിട്. അല്ല, കാർത്തി എപ്പ വരാന്നാ പറഞ്ഞേ? വെയിറ്റ് ചെയ്ത് മനുഷ്യന്റെ ഊപ്പാട് വന്നു. ഉറക്കം വരുന്നടി. അതാണ് ഞാനും ഓർക്കുന്നത്. പുള്ളിക്കാരനത് എവിടെ പോയി? പിന്നെ നമ്മുടെ ആവശ്യമായി പോയി. ഇവിടെ വരാൻ സമ്മതിക്കുകയും ചെയ്തു. ഇനിയിപ്പോ വന്നില്ലേ, വാങ്ങിയിട്ട് പോവാ. ആ, വരട്ടെ. നീ ഇവിടെ ഇരി. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. വന്നു കഴിഞ്ഞാൽ അവരിവിടെ പിടിച്ചിരുത്തണം കേട്ടോ. പോയാലും എന്റെ ഫോൺ വാങ്ങിച്ചിട്ട് വിടാവേ. ഇവൻ അതിനും മാത്രം ആ ഫോണിൽ എന്താണോ എന്തോ ഉള്ളത്. ആർക്കറിയാം, വല്ലതൊക്കെ കാണുമായിരിക്കും. ഓ സോറി ദിയ, കൊറേ നേരമായി വന്നിട്ട്. ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി പോയി. ആ, ഞങ്ങള് വന്നിട്ട് കുറച്ചു നേരമായി. ഇറ്റ്സ് ഓക്കെ. ചേട്ടനിരിക്കി. ആ ഓക്കെ. ദിയ ഇതെന്റെ ഫ്രണ്ടാണ്. എടാ, ഇത് ദിയ, ഫസ്റ്റ് ഇയർ. അല്ല ദിയ, ആരും എവിടെ? അവനല്ലേ ഫോണിന്റെ ആവശ്യം? അത് കാത്തിക്കേട്ടാ, അവനൊന്ന് വാഷ്റൂമിൽ പോയതാ. ഇപ്പൊ വരും. ദർശ, നീ ഇതെങ്ങോട്ടാ? ഞാൻ ഇപ്പൊ വരാടാ. നിങ്ങൾ സംസാരിക്കേ. ഉയരേ നീ എന്ന സേകിറായ്, ഉയിരിനുള്ളേ വന്ന് സൊൽകിറായ്. സോൾമേറ്റ്. ഹോ, നീയോ? നീ എന്താ ഇപ്പൊ ഇവിടെ? ഹോസ്റ്റലിൽ പോയില്ലേ? ഹോസ്റ്റലില് പോയി. അപ്പൊ അവിടെ നീ ഇല്ലെന്ന് പറഞ്ഞു. സോ നീ ഉള്ള സ്ഥലത്തേക്ക് ഞാൻ വന്നു. ഓ, ഇവൻ. എടാ ശരി, എന്നാ ഞാൻ പോട്ടെ. ദിയ എന്നോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. ദിയയോ? ആ, ഞാൻ കണ്ടിരുന്നു. അവളവിടെ ഒരു ചേട്ടനെ കൂടി ഇരിപ്പുണ്ടായിരുന്നല്ലോ. അതാരാ? അവളുടെ ലവറാണോ? ലവറാ? അവക്ക? ഏയ് എടോ, അത് വേറെ ആളാ. നമ്മുടെ സീനിയർ. ഓ, സീനിയർ ആണല്ലേ. സോൾമേറ്റ്, നീ ഹോസ്റ്റലിലേക്കല്ലേ? നമുക്ക് ഒന്നിച്ചു പോവാ. ഏയ്, ഞാൻ ഹോസ്റ്റലിലേക്കല്ല. ഞങ്ങള് ദിയന്റെ കൂടെ അവിടെ കണ്ടില്ലേ സീനിയർ. ഞങ്ങളെല്ലാരും കൂടെ ഒന്ന് പുറത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു രാത്രി. നീ ചുമ്മാ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഓരോന്ന് പറയാ. ഈ രാത്രി നിങ്ങൾ എല്ലാരും കൂടെ എവിടെ പോവാനാ? എക്സ്ക്യൂസ് മീ, കുറച്ച് സ്പേസ് തന്നിരുന്നെങ്കിൽ ഒന്ന് അകത്തേക്ക് പോവായിരുന്നു. ഓ, അതിനെന്താ? ഈ ചേട്ടനെയും കൂടെ ആയിരുന്നല്ലോ അവിടെ ദിയന്റെ അടുത്ത് കണ്ടത്. അപ്പൊ ഇവർ രണ്ടും നമ്മുടെ സീനിയേഴ്സാ? ആ, എടാ ജസ്റ്റിൻ, എനിക്കിപ്പോ ടൈമില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് പോണം. ശരി, എന്നാ നമുക്ക് പിന്നെ കാണാം. ഹേ വെയിറ്റ്, സോളു, നീയല്ലേ പറഞ്ഞേ നിങ്ങൾ എല്ലാരും കൂടെ പുറത്തു പോകാൻ പ്ലാൻ ഇരിക്കുന്നേന്ന്? അപ്പോ ഈ ചേട്ടനില്ലേ? ആ, ഉണ്ടാവും അല്ലേ? പുറത്തു പോവാനോ? ഇപ്പോ ആരുടെ കൂടെ? ആ, സോള് പറഞ്ഞല്ലോ നിങ്ങൾ എല്ലാരും കൂടെ രാത്രി പുറത്തു പോകാൻ പ്ലാൻ ഇരിക്കുക, കൊറേ ടൈം എടുക്കും വരുമ്പോന്നൊക്കെ. കളഞ്ഞ്. ഓ, അത്. ആ, നീ വാഷ്റൂമിലുണ്ട്. നിന്നെ വിളിച്ചോണ്ട് വരാൻ നിന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന്. വാ പോവാ, ടൈം ലേറ്റ് ആവുന്നു. ആ, വരിക. ഹാവ്, രക്ഷപ്പെട്ടു. താങ്ക് യു ചേട്ടാ. യു ആർ വെൽക്കം. ആരോ? ആ, എന്റെ പേരെങ്ങനെ അറിയാം? ഓ, കാർത്തി പറഞ്ഞു കാണുമായിരിക്കും അല്ലേ? കാർത്തിന്റെ ഫ്രണ്ട് അല്ലേ? അതെ, ശരിക്കും അങ്ങോട്ട് തന്നെ സേവ് ചെയ്യാൻ വേണ്ടി തന്നെ വന്നാണോ? അത് വാഷ്റൂമിൽ വന്നിട്ട് കണ്ടപ്പോ അങ്ങ് രക്ഷപ്പെടുത്തി, അത്രേ ഉള്ളൂ. ബൈ ദ വൈ, ചേട്ടന്റെ പേരെന്താ? ഇതെല്ലാം കൂടെ താൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ പറയാനാ? നിർത്തി ചോദിക്കുന്നേ. ഡാ ദർശ, ആ നീയും ഉണ്ടോ? ദേ, നിന്റെ ഫോൺ നിന്റെ ഫ്രണ്ട് ആയി കൊടുത്തിട്ടുണ്ട്, വാങ്ങിച്ചോ. എന്നാ നമുക്ക് ഇറങ്ങാടാ, ടൈം കുറെ ആയി. നിങ്ങളും ചെല്ല്, പോവാൻ നോക്ക്. ആ, അങ്ങനെയാണെങ്കിൽ വാദിയ. ആ ജസ്റ്റിന്റെ ഇവിടെ കൂടെ കറങ്ങി നടപ്പുണ്ട്. അവൻ കാണുന്നതിന് മുമ്പ് നമുക്ക് മുങ്ങാം. ഓ, അവൻ ഇവിടെയും വന്നോ? എന്നാ ശരി കാർത്തികേട്ടാ, നിങ്ങളും പോവല്ലേ? ഞങ്ങളും അങ്ങോട്ട്. ഓക്കേ, എന്നാ ശരി. കോളേജിൽ നിന്ന് വല്ലതും കാണാം. പിന്നെ ആരും കുഞ്ഞമ്മ ഒരു 5-6 പ്രാവശ്യം തന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ എടുത്തിരുന്നു, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഫോൺ എന്റെ കൈ പെട്ടുപോയിന്ന്. നീ എന്തായാലും ഹോസ്റ്റലിൽ ചെന്നിട്ട് തിരിച്ചു വിളിക്കണം കേട്ടോ? ശരി കാർത്തി, ഞാൻ അമ്മേനെ വിളിച്ചോളാം.
പിന്നെ എന്റെ ഫോൺ ഇവിടെ വരെ എത്തിച്ചു തന്നതിന് വളരെ നന്ദിയുണ്ട്. ഒന്ന് പോടെ ഇറക്കാം. എന്തായാലും ഞങ്ങൾ പോവാ. ശരി, നാളെ കാണാം. സിയാൻ ഇപ്പൊ എന്താക്കുവാണോ എന്തോ. അവൻ എവിടെയായിരിക്കും? ഹാപ്പി ആയിരിക്കോ ആവോ? ഒന്നും അറിയില്ല. ആഹാ, നീ ആരോടാ ഇതൊക്കെ ചോദിക്കുന്നേ? ഈ ചെടികളോടും പുല്ലുകളോടും മരങ്ങളോടും ഒക്കെയോ? വണ്ടർഫുൾ. ഇപ്പൊ തന്നെ പറഞ്ഞുതരും, നീ നോക്കിയിരുന്നോ? ഓ അതല്ലാടി, മനസ്സിൽ ചോദിച്ചു ചോദിച്ച് ഞാൻ തന്നെ മടുത്തു. അതുകൊണ്ടാ കുറച്ച് സൗണ്ട് പുറത്തേക്കിട്ട് ചോദിച്ചത്. ഓ അങ്ങനെ. ചോദിക്ക്. എടാ ആരു, ഇവിടെ എന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം? എല്ലാരും ഓടിക്കൂടുന്നുണ്ടല്ലോ. അത് ശരിയാണല്ലോ. ദേ അവിടെ എന്താ അത്? നീ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചേ. ആ ഹേ, ഇതെങ്ങോട്ടാ? അവിടെ എന്തൊരു ആൾക്കൂട്ടം? എന്തെങ്കിലും പരിപാടി നടക്കുവാണോ? അവിടെ ദർശൻ ചേട്ടന്റെ ഒരു ഡാൻസ് പ്രോഗ്രാം, അത് കാണാനാ എല്ലാരും പോകുന്നത്. നമ്മുടെ സീനിയറിന്റെ. സീനിയർ ദർശൻ ചേട്ടന്റെ ഡാൻസ് പ്രോഗ്രാമോ? അതാര്? എടാ എനിക്ക് തോന്നുന്നു കാർത്തികേട്ടന്റെ ഫ്രണ്ട്. നീ ഒന്ന് വന്നേ, നമുക്കും പോയി നോക്കാം. എന്ത് ഭംഗിയല്ലേടാ കാണാൻ. ഓ ഒരു രക്ഷയില്ല. ശരിയാ, നൈസായിട്ടുണ്ട്. ഷെടാ, ഇവളിതെവിടെ പോയി? മുങ്ങി അപ്പത്തേനും. ഡാ അളിയ. അളിയ അല്ല, നീ എന്താ ഇവിടെ? ഞാനിവിടെ പഠിക്കാൻ വന്നാടാ. നീ എഞ്ചിനീയറിംഗ് അല്ലേ? നമ്മ അവിടെ അപ്പുറത്തെ സുവോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ തന്നെ ഉണ്ട് കേട്ടാ. ആണോ? അതേതായാലും കൊള്ളാം. ആന്നേ. അല്ലടാ, ഇപ്പൊ ഇവിടെ എന്തായിരുന്നു ഒരു ആൾക്കൂട്ടം? ഞാൻ വന്നപ്പോഴത്തേനും പരിപാടിയൊക്കെ കഴിഞ്ഞിരുന്നു. ആ അതൊന്നും പറയണ്ടടാ. ഇവിടെ നമ്മുടെ ഒരു സീനിയറെ ഡാൻസ് ചെയ്യുമായിരുന്നു. ഡാൻസോ? ഷേ, മിസ് ചെയ്ത്. അതേടാ, മിസ് ചെയ്ത്. കാണണ്ടതായിരുന്നു. എന്ത് നൈസായിരുന്നറിയോ? അതിനു മാത്രമൊക്കെ ഉണ്ടായിരുന്നോ? അത്രയും ലുക്കാണോന്ന്? ഒരു മാലാക മണ്ണിലേക്ക് ഇറങ്ങി വന്നതുപോലെ ഉണ്ടായിരുന്നു അവനെ കാണാൻ. ഇങ്ങനെ ഒരാളൊക്കെ ഈ കോളേജിലുണ്ടോ? സീനിയർ ഇനി കാണുമ്പോ എനിക്കിവിടെ ഒന്ന് കാണിച്ചു തരണേ. ആരു? ദീ എവിടെ? കണ്ടില്ലല്ലോ. അവളെ തന്നെയാടാ ഞാനും നോക്കുന്നേ. എത്ര നേരം എന്നറിയാം നോക്കാൻ തുടങ്ങിയിട്ട്. അവൾ ഈ പരിസരത്തൊന്നുമില്ല. ഇനിയിപ്പോ ആരുടെ കൂടെ എവിടെ പോയി ആർക്കറിയാം. ഇനിയിപ്പോ അവരുടെ കൂടെ എങ്ങനെ ക്ലാസ്സിലേക്ക് ഓടിയോ, ബാക്കിയുള്ളവർ പിരിഞ്ഞു പോയപ്പോ? ആ ബെസ്റ്റ്. എവിടെയും കാണൂടാ. ശരിടാ, ഞാനെന്നാ ചെല്ലട്ടെ, ക്ലാസ്സിൽ കയറാൻ ടൈമായി. നമ്മക്കിനി ഇങ്ങനെ ഇന്റർവ്യൂവിൽ വല്ലതൊക്കെ കിട്ടുമ്പോ കാണാം. ഓക്കെടാ, എന്നാ നീ ചെല്ല്. എന്തൊക്കെയായിരുന്നു അവിടെ? ഡാൻസേ അങ്ങോട്ട് കളിച്ച് മറക്കിയല്ലായിരുന്നോ? ആർക്ക് വേണ്ടിയാണോ എന്തോ. ഇപ്പൊ അങ്ങനെയായോ? നീയൊക്കെ അല്ലേടാ എന്നോട് പറഞ്ഞത്? അതെ, ഞാൻ തന്നെയാ പറഞ്ഞത്. എന്നാലും നിനക്ക് എന്തൊരു അനുസരണ പറയേണ്ട താമസം. അവിടെ പോയിട്ട് ഫുള്ള് ഷോറൊക്കലായിരുന്നല്ലോ. ഷോയാ? എന്ത്? നീ ഡാൻസ് കളിക്കാൻ പറഞ്ഞു, ഞാനിത് ചെയ്തു. അതിലിപ്പോ എന്താ ഇത്ര ഷോ? കുറച്ച് ആൾക്കാർ വന്നു കാണാൻ. അതാണോ ഇപ്പൊ നിനക്ക് ഇത്ര വലിയ പ്രശ്നം? പിന്നല്ലാണ്ട് മോനെ ദർശ, ഇവിടെയുള്ള ഒരുവിധ എല്ലാവരുടെയും ക്രഷാണ് നീ. എന്നിട്ടോ നീ അവർക്ക് ക്രഷ് വർദ്ധിക്കാൻ വേണ്ടി എന്തൊക്കെയാ ഇവിടെ കിടന്ന് കാണിക്കുന്നു? അതുപോലെ നീ അറിഞ്ഞോണ്ട് ചെയ്യുന്നതാണോ? അറിഞ്ഞോണ്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്താ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. നീ പറഞ്ഞു, ഞാൻ അവിടെ ഡാൻസ് കളിച്ചു, അത്രേ ഉള്ളൂ. ആൾക്കാർ വന്നോ പോകുന്നൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. അയ്യോ, ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാള് ഞാൻ എന്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാലും നീ വാ, ഇനി ഇവിടെ കുറെ ജൂനിയേഴ്സ് ഉണ്ട്. നമുക്ക് അപ്പുറത്തെ സെക്ഷനിലൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് റാഗ് ചെയ്തിട്ട് വരാം. നോട്ട് ഇൻട്രസ്റ്റഡ്. എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ ക്ലാസ്സിൽ പോയിട്ട് അതുവല്ലൊക്കെ ചെയ്യാൻ നോക്കട്ടെ. നീ ചെല്ല്, റാഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. ഇത്രയും ആത്മാർത്ഥത കാണിക്കില്ലേടാ ദർശ. സത്യമായിട്ടും എനിക്കിങ്ങോട്ട് സഹിക്കുന്നില്ല. മോനെ കാർത്തി, നിനക്കോ പഠിക്കണം എന്നുള്ള ചിന്തയില്ല. നിന്റെ വർക്കും കൂടെ ഞാൻ ചെയ്യാന്ന് വിചാരിക്കുമ്പോ അതിനും സമ്മതിക്കത്തില്ലേ? ഓ, എന്റെ വർക്കും കൂടിയാണ് നീ ചെയ്യാൻ പോകുന്നത്. എന്നാ നീ ചെല്ലടാ, തൽക്കാലം ഞാൻ ഒറ്റയ്ക്ക് നോക്കോളാം. ഇത്രയും പഠിക്കണം എന്ന് ആഗ്രഹമില്ലാണ്ട് അലമ്പ് കളിച്ച് നടക്കാൻ വേണ്ടി മാത്രം കോളേജിൽ വരുന്നതിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എന്ത് ചെയ്യാനാടാ, ഒരു മനസ്സുഖം. എന്നാലും നീ എന്ത് പരിപാടിയാ കാണിച്ചേ? ഞാനെന്ന് പറയുന്ന ഒരാള് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവള് എന്നെ കൂട്ടാണ് ഒറ്റയ്ക്ക് ക്ലാസ്സിൽ കയറിയിരിക്കുക. ഞാനിത് പോകേ. എടാ അത് തന്നെയല്ലേ ഇത്ര നേരമായിട്ട് ഞാൻ നിന്റെ അടുത്ത് പറയുന്നേ. പുറത്ത് ഞാൻ നിന്നെ കണ്ടില്ല, അതാ ഇങ്ങോട്ട് വന്നേ.
കണ്ടില്ലായിരുന്നെങ്കിൽ നിന്റെ കയ്യിൽ ഫോണില്ലേ? എന്നെ ഒന്ന് വിളിച്ചു നോക്കിക്കൂടായിരുന്നു? എത്ര നേരം ഞാൻ അവിടെ നിന്നെ വെയിറ്റ് ചെയ്ത് നിന്നോന്നറിയോ? എന്റെ ആരോ, ഞാൻ നിന്നെ വിളിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എവിടെ നോക്കിയിട്ട് നിന്നെ കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നീ ക്ലാസ്സിലുണ്ടാവുന്നു. ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്ന നീ ഇവിടെ എത്തിയിട്ടില്ലാന്ന്. പിന്നെ ഞാൻ എങ്ങനെയാ ക്ലാസ്സിന്റെ ഇടയ്ക്ക് പുറത്തിറങ്ങി പോയി നിന്നെ തപ്പുന്നേ? ഓ, ഫ്രണ്ടാന്ന് പറഞ്ഞ് നടന്നോടി. ഇങ്ങനെയൊക്കെ തന്നെ വേണം കേട്ടോ. നീ ഇനി ഒന്നും പറയണ്ട. ശേ, എടാ ആരോ, സോറി, നീ ക്ഷമിക്കേ. എനിക്കൊന്നും കേക്കണ്ടെന്നല്ലേ പറഞ്ഞേ? ആരോ, എന്താ അവിടെ? ഓ, അടുത്തത്. മാം, ഞങ്ങള് നോ എക്സ്ക്യൂസ്, ഗെറ്റ് ഔട്ട്. ഇവർക്ക് എന്താണ് ഇത്രമാത്രം സംസാരിക്കാനുള്ളത്? ഇപ്പോഴാണെങ്കിൽ എന്റെ സോൾമേറ്റ് പുറത്തുപോയി, ഇറങ്ങിപ്പോകാൻ ഒരു വഴിയില്ലല്ലോ ദൈവമേ. വന്ന പെണ്ണുങ്ങള ഞാൻ എന്ത് ചെയ്തിട്ടാ? അല്ലെങ്കിൽ എന്റെ മണ്ടക്കോട്ടാണല്ലോ എല്ലാം കൂടെ. ഇനിയിപ്പോ അടുത്ത 1 മണിക്കൂർ ഞാൻ എന്താക്കും? അപ്പോൾ ആരവന്റെ ടേബിളിലാരോ ഒരു കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവച്ചു. പെട്ടെന്നൊന്ന് ഭയപ്പെട്ടെങ്കിലും ആളെ കണ്ട് അവന് വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. ഇതെന്താ ക്ലാസ് ടൈമിൽ ഇവിടെ വന്നിരിക്കുന്നേ? ക്ലാസ് ഇല്ലേ എനിക്ക്? ക്ലാസ് ഉണ്ട്, ബട്ട് മാം ഗെറ്റ് ഔട്ട് അടിച്ചു. അതാ ഇവിടെ വന്നിരിക്കുന്നത്. ഗെറ്റ് ഔട്ട് അടിച്ചാ തന്നെയോ? എന്തിന്? അത് പിന്നെ ഞങ്ങളെ ക്ലാസ് ടൈമിൽ സംസാരിച്ചു, ഞാനും എന്റെ ഫ്രണ്ടും. പക്ഷെ അവളെ പുറത്താക്കിയില്ല. എന്നിട്ട് എന്താ എന്നെ മാത്രം പുറത്താക്കിയത്? ഏത് ഫ്രണ്ടാ? ദിയാണോ? ആ, അവള് തന്നെ. ഇനിയിപ്പോ അടുത്ത 1 മണിക്കൂർ അവള് വരുന്നവരെ ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കണം. അല്ല, ചേട്ടനെന്താ ഒറ്റയ്ക്ക്? കാർത്തി എവിടെ? അവൻ ഫസ്റ്റ് ഇയേഴ്സിനെ റാഗിയാൻ വേണ്ടി അപ്പുറത്തെ ബ്ലോക്കിൽ പോയേക്കുന്നു. ഓ, റാഗിങ്ങോ? അപ്പൊ ചേട്ടൻ എന്താ പോവാത്തെ? എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. എനിക്കൊരു വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാ ഇയാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോകാന്ന് വിചാരിച്ചേ. അപ്പോ കമ്പനി തരാൻ വന്നതാ? അല്ല, ഞാനിപ്പോ പോവും. പിന്നെ ഒന്ന് അന്വേഷിച്ചതേ ഉള്ളൂ എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ബൈ. ഹേ വെയിറ്റ്, ചേട്ടന്റെ പേര് ദർശൻ ആണോ? അല്ലല്ലോ, ദർശൻ ഇവിടെ എല്ലാരും വിളിക്കുന്നതാ. മൈ നെയിം ഇസ് ദർശിത് സാമൽ. ഓ, നൈസ്. ദർശിത്. ആരവ് ശർമ്മ. വർക്കുണ്ടെന്നല്ലേ പറഞ്ഞേ? ഓക്കെ, ബൈ, സീ യു ലേറ്റർ. കാണാം. യാദവേ, എടാ ഇങ്ങനെയാണോ ഞാൻ നിനക്ക് പറഞ്ഞു തന്നെ? എടാ ഇത് തിരിഞ്ഞു പോയില്ലേ 2 ഗ്രാഫും തമ്മില്? എന്റെ പ്രവീണ, നീ ഇങ്ങനെ പഠിപ്പി ആവല്ലേ, എനിക്ക് സങ്കടം വരുന്നു. ഇതൊക്കെ എന്താ? ഇതൊക്കെ ഏതിന്റെ ഗ്രാഫാ? ബെസ്റ്റ്. യാദവേ, നിന്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതാ, ഇത് കുറച്ച് ടഫാണ്, നിനക്ക് പറ്റില്ല സുവോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരല്ലെന്ന്. എന്നിട്ടും നിനക്കല്ലായിരുന്നു വാശി. അത് തന്നെ ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായി. പക്ഷെ ഇങ്ങനെ പെട്ടുപോകുന്ന ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ പെട്ടുപോകുന്ന ഞാൻ അറിഞ്ഞോ? ഇഷ്ടം കൊണ്ടാ. എന്തിനോട്? അത് പിന്നെ ഐ മീൻ ഈ സുവോളജിനോടുള്ള ഇഷ്ടം കൊണ്ട്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ റിസ്ക് എടുത്തത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അറിയാത്ത കാര്യം ചോദിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ടൈമാ. പഠിക്കുമ്പോ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം, കേട്ടോ? നോക്കിയൊന്ന് വരച്ചേ. ഇനി തിരിച്ച നിനക്ക് അടി കിട്ടും. പഠിക്കാം. പ്രവീണെ, ഇന്ന് നമ്മുടെ ക്ലാസ്സില് ന്യൂ അഡ്മിഷൻ വരുമെന്ന് പറഞ്ഞിട്ട് എവിടെ? ഇതുവരെ എത്തിയില്ലല്ലോ. ഇതിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ? ഞാനാണോ ഇവിടുത്തെ പ്രിൻസിപ്പള്? ഞാനാണോ ന്യൂ അഡ്മിഷൻ ഒക്കെ കയറ്റി വിടുന്നേ? അയ്യോ, ഇവൻ എന്നെ പഠിപ്പിച്ചിട്ടേ അടങ്ങോ തോന്നുന്നു. ആണ്, ഞാൻ നിന്നെ നന്നാക്കിയിട്ടേ അടങ്ങത്തുള്ളൂ. അങ്ങോട്ട് വരക്കടാ. എന്തായി നിന്റെ വർക്കൊക്കെ കഴിഞ്ഞ? എന്തായി നിന്റെ കോഴിത്തരൊക്കെ കഴിഞ്ഞോ? കോഴിത്തരമോ? എടാ, മാന്യമായ രീതിയിൽ ഏതൊക്കെ പിള്ളേർ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കുന്നതിനെയാണോ നിനക്ക് കോഴിത്തരം എന്ന് പറയുന്നത്? അതിനല്ല. പക്ഷേ ഏതൊക്കെ പെമ്പിള്ളേര് എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കുന്നത് കോഴിത്തരാണ്. ഈ പെമ്പിള്ളേര് മാത്രം നോക്കുന്നതേ. അങ്ങനെ. എന്നിട്ടെന്താ? പെമ്പിള്ളേരൊക്കെ എന്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ അങ്ങോട്ട് മാത്രമല്ല പോവാറ്. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ച്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോനെ ദർശ. നിന്നെയൊക്കെ പെമ്പിള്ളേർക്ക് ക്രഷ് മാത്രമേ അടിക്കത്തുള്ളൂ. ഈ സ്വഭാവല്ലേ എങ്ങനെ നോക്കുക ആരേലൊക്കെ? അയ്യോ, നമ്മളെ വെറുതെ വിട്ടേക്കേ. നമ്മളെയൊന്നും ആരും നോക്കണമെന്നില്ല. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, കേട്ടാ? നീ അങ്ങനെ പറയല്ലേ. നിനക്ക് വേണ്ടതെന്നത് എനിക്കറിയാം. ആ ചാൻസ് ഞാൻ ഉണ്ടാക്കി തന്നാ പോരെ? ആരും നിനക്കിത് എന്താ പറ്റിയേ?
എടാ അത് സീരിയസ് അല്ലേ? വെറുതെ കയറി എന്തിനാ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നേ? അവര് പറഞ്ഞിട്ട് അങ്ങ് പൊക്കോളൂ. ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത്? എല്ലാം തുടങ്ങിയത് അവന്മാരല്ലേ? ഡാ നീ ഇങ്ങനെ ഹൈപ്പർ ആവല്ലേ, ഒന്ന് കൂളാവ്. അവര് പറഞ്ഞിട്ട് അങ്ങ് പൊക്കോളും. അതിലെന്തിനാ നീ ഓരോന്നൊക്കെ പറയാൻ പോകുന്നേ? ഇവിടെ എന്താ എന്തു പറ്റി ആരു? എന്റെ കാർത്തികേട്ടാ ഒന്നും പറയണ്ട. ഇവൻ അവിടെ നിൽക്കുന്ന ഏതൊക്കെ സീനിയേഴ്സിന്റെ അടുത്ത് കയറി പ്രശ്നം ഉണ്ടാക്കി. വെറുതെ ഒന്നല്ലല്ലോ, പിന്നെ നിന്നെ കയറി കമന്റ് അടിച്ചാൽ ഞാൻ നോക്കി നിൽക്കണോ? അതിന് നീ എന്തിനാ അവരോട് കയറി പ്രശ്നം ഉണ്ടാക്കാൻ പോയേ? പിന്നല്ലാണ്ട് അവളെ കയറി ആരെങ്കിലും ഒക്കെ കമന്റ് അടിക്കുമ്പോ ഞാൻ കയ്യും കെട്ടി കേട്ട് നിൽക്കണോ? ഓ, ആര് കമന്റ് അടിച്ചു? ഏത് സീനിയേഴ്സാ? എന്റെ കാർത്തികേട്ട അതിന് അവരതിനും മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. ചെറുതായിട്ട് എന്താ പറഞ്ഞപ്പോഴത്തേനും ഇവനെ നേരെ ചൂടായി. ആരു, നീ ഇവിടെ ഇവന്റെ കൂടെ നിൽക്ക്. ദിയ, നീ എന്റെ കൂടെ വാ. ദർശ, ഞാനിപ്പോ വരാം. ചേട്ടാ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ ജൂനിയേഴ്സ് അല്ലേ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ പറഞ്ഞേ. നമ്മളായിട്ട് ചുമ്മാ. ദിയ, വാ എന്റെ കൂടെ. മിസ്റ്റർ ആരവ് ശർമ്മ, എന്തു പറ്റി? കലിപ്പിലാണോ? അല്ല, ഇയാളത് വിട്ടേക്കെന്നേ. കോളേജല്ലേ, കോളേജ് ആകുമ്പോ സീനിയേഴ്സ് റാഗ് ചെയ്യും, ചിലപ്പോ കമന്റ് അടിച്ചു വരും. അതൊന്നും അവർ കെയർ ചെയ്യാൻ പോണ്ട. അങ്ങനെ ആരെങ്കിലും ഒക്കെ അവളെ കയറി കമന്റ് അടിക്കുമ്പോ മിണ്ടാതെ നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് കയറി ചോദിച്ചതേ ഉള്ളൂ, അല്ലാണ്ട് അറിഞ്ഞോണ്ടൊരു പ്രശ്നം ഉണ്ടാക്കാനും നോക്കിയതല്ല. ദിയ ഫ്രണ്ടാന്നല്ലേ പറഞ്ഞേ? ആ, നീ എത്തിയോ? ഞാൻ കോളേജിനുള്ളിലുണ്ട്. നീ എവിടാ നിക്കുന്നേ? ഗേറ്റിന്റെ പുറത്താ. എടാ കേറി വാ, നീ അഡ്മിഷൻ എടുത്താലേ. പിന്നെന്താ? അത് സാരമില്ല. ആരാ വിളിച്ചേ? എന്റെ ഒരു ഫ്രണ്ട്. നീ വാ, അവൻ ഗേറ്റിന്റെ അവിടെ ഉണ്ട്. നമുക്ക് അവന് പോയി കാണാം. ഫ്രണ്ടോ? ഇപ്പൊ ഏത് ഫ്രണ്ടാ ഇങ്ങോട്ട്? നീ വാ, ആളിപ്പോ വരുമല്ലോ, അപ്പൊ കാണാം. അതെ, ഇന്ന് നിങ്ങൾ രണ്ടും കൂടെ എന്ത് സംസാരിച്ചിട്ടാ മാം നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിന്ന് പറഞ്ഞേ? അതെന്താ, കുറച്ചു മുമ്പ് ചേട്ടനോട് ഡാൻസ് കളിച്ചില്ലേ, അപ്പൊ ഞാനും അവളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. അതൊക്കെ കഴിഞ്ഞ് എല്ലാരും പിരിഞ്ഞു പോയപ്പോ അവളെ കാണുന്നില്ല. ഞാൻ കുറെ നേരം ഇവിടെ നിന്നു. ഞാൻ അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോയപ്പോഴത്തേനും ക്ലാസ് തുടങ്ങിയിരുന്നു. പക്ഷെ മിസ് എന്നെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ ചോദിക്കുകയായിരുന്നു എന്താ എന്നെ വിളിക്കാണ്ട് പോയേന്ന്. പിന്നെ പറഞ്ഞു പറഞ്ഞ് എന്റെ സൗണ്ട് പൊങ്ങി പൊങ്ങി വന്നു. അപ്പൊ മിസ് വിളിച്ചു. അത് കൊള്ളാം. ക്ലാസ് ടൈമില് എന്ത് ചെയ്യാനാ, എനിക്ക് ആ പെണ്ണുപിള്ളനെ അപ്പോഴത്തെ കിണറ്റിലിടാനാ തോന്നിയത്. പിന്നെ മിസ്സായി പോയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം എടുത്ത് കിണറ്റിടാം. ശരിക്കും ചേട്ടൻ എനിക്കിങ്ങനെ പ്രോത്സാഹിപ്പിക്കല്ലേ, ചിലപ്പോ ഞാനിങ്ങനെ ചെയ്തു പോവും. പിന്നെ ഡാൻസ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. ഓ, എന്നാ ഒരു ഡാൻസ് ആയിരുന്നു. എത്ര ആൾക്കാരായിരുന്നു കാണാൻ. ആളൊരു ചെറിയ താമരേവനാണല്ലേ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അത് ചുമ്മാ ഇവന്മാര് പറഞ്ഞപ്പോ വെറുതെ ഒരു രസം. തനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലോ. എനിക്ക് മാത്രല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത്ര അടിപൊളിയായിരുന്നു. ഞാൻ ചോദിച്ചത് തനിക്ക് ഇഷ്ടപ്പെട്ടോന്നോ? ഇഷ്ടപ്പെട്ടു. അവരെവിടെ? ഇനിയിപ്പോ ഞാനുണ്ടാക്കിയ പ്രശ്നത്തിന്റെ ബാക്കി കാർത്തി പോയിട്ടുണ്ടാക്കിയിട്ട് വരുമോ? രണ്ടുപേരും കാണുന്നില്ലല്ലോ. ഏയ്, പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ കാർത്തി എന്നത് പറഞ്ഞു തീർത്തിട്ടേ വരത്തുള്ളൂ. അതിന്റെ കാര്യത്തിൽ നമ്മൾ ചുമ്മാ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എല്ലാം സെറ്റായിരിക്കും. ആണല്ലേ, എന്നാ കുഴപ്പമില്ല. അവനിത് എവിടെ? ഇനി വിളിച്ചു നോക്കണം. ആ, ഇതല്ലേ. ദാ ഇവിടെ, ഇങ്ങോട്ട് നോക്ക്. എവിടെ? ഇവന് താരേ വിളിക്കുന്നേ? അളിയാ, എന്റെ പൊന്നോ, എത്രയായി നമ്മള് കണ്ടിട്ട്. ഒരു ലോങ് ഗ്യാപ്പ് വന്നുപോയി അളിയാ. പക്ഷെ സാരമില്ല, നമുക്ക് നികത്താം. ഇനി നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ അല്ലാണ്ട്, അതൊക്കെ അത്രേ ഉള്ളൂ. ആ, നിങ്ങൾ രണ്ടുപേരും പരിചയപ്പെടുത്തിയില്ലല്ലോ. യാദവ്, ഇതാണ് സിയർ. സിയർ, ഇത് യാദവ്. ഇനിയിപ്പോ നമ്മള് മൂന്ന് ഒന്നിച്ചാ. ഓക്കേ, ഹായ് യാദവ്. ഫോർമാലിറ്റി ഒന്നും വേണ്ട അളിയോ. കേറി വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. ഇനിയിപ്പൊ ക്ലാസ്സിൽ കയറണോ അളിയാ? ഇത്രയും ടൈമായില്ലേ, ക്ലാസ് കഴിയാനായി തോന്നുന്നു. നീ എന്തായാലും വന്നല്ലേ, കേറാണ്ട് പോണ്ട. പിന്നെ ഇനി അങ്ങോട്ട് ആറാടാനുള്ള സ്ഥലം ഒന്ന് നോക്കിയും കൂടെ വെച്ചേക്ക്.